ഏലൂർ മത്സ്യക്കുരുതിക്ക് ശേഷവും കമ്പനികൾ രാസമാലിന്യങ്ങൾ ഒഴുക്കുന്നത് കണ്ടെത്താൻ നിരീക്ഷണമില്ല. മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിന് കാരണം രാസമാലിന്യങ്ങളാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നായിരുന്നു മലിനീകരണ നിയന്ത്രണ ബോർഡ് റിപ്പോർട്ട്. ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സബ് കളക്ടർ സമർപ്പിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ സർക്കാർ ഇതുവരെ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. കൊച്ചിയിൽ നിന്നും സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഈ കർഷകർക്ക് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അപ്പോഴും നടപടികൾ ഇതുവരെ സ്വീകരിക്കുവാൻ സർക്കാർ തലത്തിൽ യാതൊരു മുന്നോട്ട് പോക്കും നടന്നിട്ടില്ല എന്ന് തന്നെയാണ് ഇതുവരെയായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. രജനി, ഏലൂരിൽ വലിയ രീതിയിലുള്ള നഷ്ടമാണ് മത്സ്യ കർഷകർക്കുണ്ടായത്. ഇത് നൂറുകണക്കിന് കൂടുകളിൽ മത്സ്യകൃഷി ചെയ്ത കർഷകരുടെ മത്സ്യങ്ങളാണ് അപ്രതീക്ഷിതമായ ഒരു ദിവസം രാത്രിയോടെ ചത്തുപൊങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് പെരിയാറിൽ നിറഞ്ഞ രാസമാലിന്യങ്ങളാണ് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടാവാൻ കാരണം എന്നതാണ് പ്രാഥമികമായി തന്നെ വിലയിരുത്തിയത്. എന്നാൽ ഇതിന് വിരുദ്ധമായ ഒരു റിപ്പോർട്ടാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് നൽകിയത്. ഇത് ഓക്സിജൻ്റെ അളവ് ജലത്തിൽ കുറഞ്ഞതാണ് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടാവാൻ കാരണം എന്നതാണ് അവർ പറഞ്ഞത്. ജലസേചന വകുപ്പ് മുന്നറിയിപ്പില്ലാതെ ഷട്ടറുകൾ തുറന്നത് കാരണമാണ് ഇത്തരത്തിൽ ഉണ്ടായതെന്നും അവർ ആരോപിച്ചു. എന്നാൽ കുഫൂസ് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് രാസമാലിന്യങ്ങൾ കലർന്നിരുന്നു എന്നത് തന്നെയാണ്. പരിസ്ഥിതി പ്രവർത്തകരും അതോടൊപ്പം തന്നെ മത്സ്യ കർഷകരും എല്ലാം നൽകിയ റിപ്പോർട്ടുകളുടെയും കുഫൂസിൻ്റെയും മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെയും റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിലാണ് സബ് കളക്ടർ ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്കും ചീഫ് സെക്രട്ടറിക്കും റിപ്പോർട്ട് നൽകിയത്. അതോടൊപ്പം തന്നെ അതിൽ പ്രധാനമായും നിർദ്ദേശിക്കുന്നത് ഇത് സംബന്ധിച്ച് വിദഗ്ധമായ പഠനം വേണം, കൃത്യമായി പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതുണ്ട് എന്ന ഒരു നിർദ്ദേശവും വെച്ചിരുന്നു. എന്നാൽ ഇതിലൊരു തുടർ നടപടിക്കും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും ഖേദകരം. കർഷകർ വലിയ രീതിയിൽ ഇപ്പോഴും ഇനിയും അവിടെ മത്സ്യകൃഷി ചെയ്യുന്നതിനും വലിയ രീതിയിൽ ആശങ്കയോടെയാണ് നിലനിൽക്കുന്നത്. ഇങ്ങനെ കർഷകരെ പിന്നോട്ടടിക്കുന്ന ഒരു സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതും. ഇപ്പോഴും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയും ആശങ്കയും കർഷകർക്കിടയിൽ നിലനിൽക്കുന്നു. ഇത് പെരിയാറിലേക്ക് ഈ രാസമാലിന്യം ഒഴുകുമ്പോൾ നിരവധി തീരവാസികൾ ഈ വെള്ളം കുടിവെള്ളത്തിനായും ഇല്ലെങ്കിൽ മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾക്കുമൊക്കെ ഉപയോഗിക്കുന്നതാണ്. അന്ന് അവിടെ ഇറങ്ങിയവർക്കെല്ലാം തന്നെ വലിയ രീതിയിൽ ശരീരത്തിൽ ചൊറിച്ചിലും അലർജിയും മറ്റും ഉണ്ടായിരുന്നു. ചിലർക്ക് ശ്വാസം മുട്ടലുണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും ജലത്തിലെ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളല്ല. എന്നാൽ ഇതൊന്നും മാനിക്കാത്ത ഒരു റിപ്പോർട്ട് തന്നെയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് നൽകിയതും. അത് പ്രഥമ ദൃഷ്ട്യാ തന്നെ ബോധ്യപ്പെടുമ്പോഴാണ് അതിന് നേരെ കണ്ണടയ്ക്കുന്ന സമീപനവുമായി സർക്കാർ പോവുകയും ഇത് സംബന്ധിച്ച് സബ് കളക്ടറിൻ്റെ റിപ്പോർട്ടിൽ ഒരു തുടർ നടപടിയും സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നത്. രജനി, എന്തായാലും കഷ്ടപ്പെട്ട ലോൺ എടുത്തുമൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള കൃഷികളുമായിട്ട് കർഷകർ മുന്നോട്ട് പോകുന്നതും. എന്നിട്ടും നഷ്ടം സംഭവിക്കുമ്പോൾ സർക്കാർ കണ്ണടയ്ക്കുന്ന രീതി തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നത്. ഏലൂരിലെ ഈ മത്സ്യക്കുരുതിയിൽ പോലും ഇതുവരെ നടപടികളെടുക്കാൻ, അല്ലെങ്കിൽ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള സഹായധനം കൈമാറാൻ പോലും ഇതുവരെയും സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് വലിയൊരു വിരോധാഭാസം തന്നെയാണ്. എന്തായാലും ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സർക്കാർ തലത്തിൽ നടപടികൾ ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.